ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. നിങ്ങൾ നേരത്തെ എത്തിയോ? ഇല്ലടാ, ഞങ്ങൾ വരണ വഴിയാണിത്. അല്ല, നിങ്ങളുടെ യൂണിഫോം കിട്ടിയില്ലേ? ഇല്ലടി, എന്റെ യൂണിഫോം തയ്ച്ച് കിട്ടിയില്ല. നമ്മുടെ യൂണിഫോം തയ്ച്ച് കിട്ടിയില്ല. ദേ നോക്കടി, ആശാ മിസ് അല്ലേ വരണത്? എവിടെ എവിടെ? ദാ വരണുണ്ട്. ഞമ്മക്കേ ആ മിസ്സിനെ ഇഷ്ടമല്ല. എനിക്കും ഇഷ്ടമല്ല. ഭയങ്കര ജാതിയും ഒരുമാതിരി കോല് പോലത്തെ ശരീരവും. ഒന്ന് മിണ്ടാതിരിടാ, മിസ് കേൾക്കും. കേൾക്കട്ടെ, ആ മിസ്സിന് ഭയങ്കര വിചാരമാണ്, പോരാത്തതിന് അഹങ്കാരവും. എടാ നീ ഒന്ന് മിണ്ടാതിരി, മിസ് ഇങ്ങോട്ടേക്കാണ് വരണത്. കണ്ടില്ലേ മോന്ത, മുഖത്തൊരു ചിരി വരെ വരണില്ല. ഗുഡ് മോർണിംഗ് മിസ്. ഗുഡ് മോർണിംഗ്. നിങ്ങൾ എന്താ ഇവിടെ ചെയ്യണത്? നിങ്ങൾക്ക് ക്ലാസ് ഇല്ലേ? ബെല്ലടിച്ചതൊന്നും നിങ്ങൾ കേട്ടില്ലേ? ഗ്രൗണ്ടിൽ നിന്ന് എന്താ നിങ്ങൾ തിരിഞ്ഞടിക്കാനുള്ളത്? വേഗം ക്ലാസ്സിൽ പോകാൻ നോക്ക്. അത് പിന്നെ മിസ്സേ, ഞങ്ങൾ ക്ലാസ്സിലേക്ക് പോകാൻ നോക്കുകയാണ്. പിന്നെ എന്തിനാ ഇവിടെ തന്നെ നിൽക്കണത്? വേഗം ക്ലാസ്സിലേക്ക് പോടേ. ശരി മിസ്സേ. കണ്ടില്ലേ അവളുടെ ഒരു അഹങ്കാരം? എടാ ഉസ്മാനെ, അത് നമ്മുടെ മിസ്സല്ലേ, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ശരിയാണ്, അത് നമ്മുടെ മിസ് തന്നെയാണ്. പക്ഷേ ആ വിചാരമൊന്നും ആ ടീച്ചർക്കില്ലല്ലോ. അവർ നമ്മുടെ നിന്ന് നിൽപ്പ് നീ കണ്ടില്ലേ? അവൻ പറഞ്ഞത് ശരിയാണ്. പോരാത്തതിന് അതുപോലെ തന്നെയുള്ള ഡ്രസ്സും. ഒരു സ്കൂളിലൊക്കെ വരുമ്പോ ഇങ്ങനത്തെ ഡ്രസ്സാണ് അവർ ധരിക്കേണ്ടത്. എടാ അത് സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ടീച്ചറല്ലേ, ആ ടീച്ചർമാർ അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. എല്ലാ പിങ്കി മോളെ, നീ എന്തിനാ ആ ടീച്ചർ ഇങ്ങനെ ന്യായീകരിക്കുന്നത്? എടാ ഞാൻ ന്യായീകരിക്കുന്നതൊന്നുമല്ല, അത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറല്ലേ, അപ്പൊ നമ്മൾ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അവൾ പറഞ്ഞത് ശരിയാണെടാ. ശരി, ഇനി നമ്മളൊന്നും മുണ്ടണില്ല. എങ്കിൽ വേഗം വാ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നമ്മൾ ഇവിടെ നിന്നിട്ട് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കണ്ട. ഗുഡ് മോർണിംഗ് മിസ്. ഗുഡ് മോർണിംഗ്. ആഹാ, ഇതെന്താ ഇന്ന് കുറെ ആള് ലീവാണല്ലോ. അത് മാത്രമല്ല, ആരും ഫുൾ യൂണിഫോമിലല്ലോ വന്നത്. മിസ്സേ, ഞാൻ യൂണിഫോം ഇട്ടിട്ടുണ്ട്. മിസ്സേ, എന്റെ യൂണിഫോം തയ്ച്ച് കിട്ടിയിട്ടില്ല, അതാണ് ഞാൻ ഇടാത്തത്. മിസ്സേ, എന്റെ യൂണിഫോം തയ്ച്ച് കിട്ടിയിട്ടില്ല. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. നാളെ വരുമ്പോഴേ എന്തായാലും യൂണിഫോം ഇട്ടിട്ട് വരണം. അതും ഫുൾ യൂണിഫോമിൽ തന്നെ വരണം. എടാ അപ്പുക്കുട്ട, നിന്റെ യൂണിഫോം തയ്ച്ച് കിട്ടിയില്ലേ? ഇല്ല മിസ്സേ, എന്റെ യൂണിഫോം തയ്ച്ച് കിട്ടിയിട്ടില്ല. ഇന്ന് ഫ്രഷ് ഡേ ആയതുകൊണ്ട് മാത്രം ഞാൻ ക്ഷമിക്കാം. എന്റെ ക്ലാസ് റൂമ് ഫുൾ നീറ്റായിരിക്കണം. നിങ്ങളുടെ കളികളൊന്നും ഈ ക്ലാസ്സിൽ നടക്കില്ല മക്കളെ. ഇല്ല മിസ്സേ, യൂണിഫോം തയ്ച്ച് കിട്ടിയാൽ ഞങ്ങൾ നിർബന്ധമായിട്ടും ഫുൾ യൂണിഫോമിൽ തന്നെ വരും. ശരി ശരി.